പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ആൺകുട്ടികളിൽ കൂടുതൽ നിക്ഷേപിക്കുന്ന അമർത്യ സെൻ തന്നെ അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾ അനുഭവിക്കുന്ന 7 തരം വിവേചനത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പെൺകുട്ടി വിവേചനം അനുഭവിക്കാൻ തുടങ്ങുന്നു. അതെങ്ങനെയാണ് പെൺകുട്ടി വിവേചനം അനുഭവിക്കാൻ തുടങ്ങുന്നത്? അതായത് ഭ്രൂണഹത്യ. പെൺകുഞ്ഞാണ് ഉദരത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭ്രൂണം ഹത്യ ചെയ്യപ്പെടും. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP വഴിയായിട്ട്. ഇനി അങ്ങനെ അവിടെ വെച്ചും തീർന്നില്ല. കുട്ടി ജനിച്ചു എന്നിരിക്കട്ടെ, MTPക്ക് അറിഞ്ഞില്ല, ചെയ്തില്ല, ജനിച്ചു എന്നിരിക്കട്ടെ. ജനിച്ചു കഴിഞ്ഞാലോ ആൺകുഞ്ഞിന് കൊടുക്കുന്നത് പോലെ സമ്പുഷ്ടമായ പോഷകാഹാര സമൃദ്ധമായ ആഹാരമല്ല പെൺകുഞ്ഞിന് കൊടുക്കുക. പെൺകുഞ്ഞിന് മോശമായ ആഹാരമാണ് കൊടുക്കുക. ഇനി മൂന്നാമത് വിദ്യാഭ്യാസം വരുമ്പോഴത്തേക്കും ആൺകുഞ്ഞിന് ഏത് തരത്തിലുള്ള ഏത് ഹൈ ലെവലിലുള്ള വിദ്യാഭ്യാസനും മൂലധനം കണ്ടെത്തും പേരൻസ്. പെൺകുഞ്ഞാണെങ്കിൽ പഠിക്കുന്നെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയി പഠിച്ചോട്ടെ, പിന്നെ കെട്ടിച്ചയക്കണ്ടേ, ആ രീതിയിലാണ് ഈ മൂലധന വിന്യാസം. ആൺകുട്ടികൾക്ക് വേണ്ടി കൂടുതൽ, പെൺകുട്ടികൾക്ക് വേണ്ടി കുറവ്.